എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ റോക്ലിയും ടീമും കാക്കാഷിയും ടീമിനെയും തേടി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. റോക്ലി വീണ്ടും വീണ്ടും ഇപ്പൊ പട്ടിക്കുട്ടിയോട് ചോദിക്കും, നമ്മൾ എത്താനായോ? ഇനിയും എത്ര സമയം നമ്മുടെ മുൻപിൽ ബാക്കിയുണ്ട്? അതിന് ഫക്കൂൺ പട്ടിക്കുട്ടി പറയും, അത് ഒരുപാട് ഇറിറ്റേറ്റഡ് ആയിട്ട്, നിർത്തിനടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. നീ ഒരുപാട് നേരായി ഇത് തന്നെ ചോദിച്ച് എന്നെ വെറുപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഇനി നീ ചോദിച്ചാ നിന്റെ മോന്ത ഇടിച്ച് പരത്തൂന്ന് ഇപ്പൊ ഫക്കൂൺ പട്ടിക്കുട്ടി പറയും. അതിന് ലീ പറയും, എന്റെ ഫ്രണ്ട്സ് ആണ് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്, എനിക്ക് അവരെ എത്രയും പെട്ടെന്ന് സഹായിക്കണം, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈനോ ഇപ്പൊ അസിസ്റ്റന്റ് ചേച്ചിയോട് ചോദിക്കും, നമ്മൾ അവിടെ എത്തും മുൻപ് വില്ലന്മാർ എന്തെങ്കിലും ജിപ്സ് ഉപയോഗിച്ച് ആ മോൺസ്റ്ററിനെ കടത്തിക്കൊണ്ട് പോയാലോ? അതിന് അസിസ്റ്റന്റ് ചേച്ചി പറയും, അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല, അതിനു മുമ്പ് നമുക്ക് അവിടെ എത്തണം, എന്നിട്ട് എത്രയും പെട്ടെന്ന് സീലിംഗ് ജിപ്സ് ഉപയോഗിച്ച് ലോക്ക് ചെയ്ത് അതിനെ നമ്മുടെ ഗ്രാമത്തിൽ എത്തിക്കണം. കട്ട് ചെയ്താ ഇപ്പൊ മറ്റൊരു വശത്ത് യാമുട്ടോ സെൻസായി ആവട്ടെ ആളുടെ വുഡ് ജിപ്സ് ഉപയോഗിച്ച് വലിയൊരു വീട് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് കാക്കാഷിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോ കാക്കാഷി ഒരു ബുക്ക് നോക്കി എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് യാമുട്ടോ ചോദിക്കും, ഞാൻ ഇത്രയും സമയം നിന്നെ നോക്കിക്കൊണ്ടാണ് ഇരുന്നത്, പക്ഷെ ഇതുവരെ നീ ഈ ബുക്കിന്റെ ഒരു പേജ് പോലും മറിച്ചിട്ടില്ല, നീ കാര്യമായിട്ട് എന്താ ചിന്തിക്കണേന്ന് ഇപ്പൊ യാമുട്ടോ ചോദിക്കും. അതിന് കാക്കാഷി ചോദിക്കും, അവരെന്തിനായിരിക്കും ഇപ്പൊ ആ ഒരു 3 ടൈൽ മോൺസ്റ്ററിനെ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്? അപ്പൊ യാമുട്ടോ ചോദിക്കും, നറൂട്ടോ കുട്ടപ്പൻ അവൻ നദിയിൽ കണ്ട പെൺകുട്ടി അതാരായിരിക്കും? ഒരുപക്ഷെ ആ വില്ലന്മാരുടെ ടീമിലുള്ള ആരെങ്കിലും ആയിരിക്കോ? അതിന് കാക്കാഷി പറയും, അറിയില്ല, ആ ഒരു ക്രിസ്റ്റൽ ജിപ്സു അതുപയോഗിക്കുന്ന ആ ഒരാളെ പിടികിട്ടിയാൽ മാത്രമേ ഇതിന്റെ എല്ലാം തന്നെ സത്യം നമുക്ക് അറിയാൻ കഴിയൂ. കാക്കാഷി മുന്നോട്ട് നടന്ന് ഇപ്പൊ ഹിനട്ടെയും ഷീനോയും വിളിച്ച് അവരോട് എന്തൊക്കെയോ കാര്യങ്ങള് ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങും. കട്ട് ചെയ്ത ആ വില്ലത്തി അവൾ ഇക്കിമാരുവിനെ മടിയിൽ വെച്ച് ഇപ്പൊ അവളെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ വില്ലത്തി അവള് ലോങ് ഷോട്ടിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവളുടെ ആ ഒരു മാജിക് ബോള് അതിലേക്ക് നോക്കി നമ്മുടെ ഓരോരുത്തരെയായിട്ട് അവൾ സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ക്രിസ്റ്റൽസ് വെച്ചിട്ടാണ് ഇപ്പൊ നമ്മുടെ ഓരോ ആൾക്കാരെയും അവളുടെ മാജിക് ബോളില് ഇപ്പൊ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവൾ ആ ബോളിൽ കാണും നമ്മുടെ കുട്ടപ്പൻ അവൻ അങ്ങനെ ഹായ് ആയിട്ട് നടന്നു വരുന്നത്. കുട്ടപ്പനെ കാണുമ്പോ തന്നെ അവൾക്ക് മനസ്സിലാവും, ഇവനാണ് ലീഫ് വില്ലേജിലെ 9 ടൈൽ ഫോക്സിന്റെ പവറുള്ള ദ റിയൽ നറൂട്ടോ. വില്ലത്തി ഉടനെ ഇക്കിമാരുവെ നിലത്ത് കിടത്തി ഇപ്പൊ മുൻപോട്ട് നടക്കും. കട്ട് ചെയ്താ ഇവിടെ സാക്കുറയും കിബയും ഇപ്പൊ സായോട് ചോദിക്കും, നിന്റെ പൊസിഷൻ അത് ഇവിടെയല്ലല്ലോ, കുട്ടപ്പന്റെ കൂടെയല്ലേ? അതിന് സായ് പറയും, ഞാൻ ഒരുപാട് നേരായി അവിടെ കുട്ടപ്പനെ അന്വേഷിക്കുന്നു, പക്ഷെ അവിടെ എവിടെയും ഇപ്പൊ കുട്ടപ്പനെ കാണാനില്ല. അതിന് സാക്കുറ ഷോക്കായിട്ട്, ഒരുപക്ഷെ അവൻ അവിടേക്ക് പോയിരിക്കോ? കട്ട് ചെയ്താ ഇവിടെ കുട്ടപ്പൻ അവൻ അവളുടെ ട്രേസ് നോക്കി അന്വേഷിച്ച് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ കറക്റ്റ് ടൈമില് വില്ലത്തി ചാടി വീണ് അവളുടെ ക്രിസ്റ്റൽ വെച്ച് കുട്ടപ്പനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. കുട്ടപ്പനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഒരു സെക്കൻഡ് അത് ഇല്യൂഷൻ ആണോന്ന് അറിയാൻ വേണ്ടി അവൻ അവന്റെ തന്നെ കവളത്ത് അടിച്ചും പിച്ചിയും ഒക്കെ നോക്കും. ആ സമയത്ത് അവള് വീണ്ടും ക്രിസ്റ്റൽ ജിപ്സും എടുത്ത് റെഡി ആവുമ്പോ കുട്ടപ്പന് മനസ്സിലാവും, ഇത് ഇല്യൂഷൻ അല്ല, മറിച്ച് റിയാലിറ്റിയാണ്. അവളൊരു സ്ക്വാഡ് എടുത്ത് ഇപ്പൊ കുട്ടപ്പനുമായിട്ട് ഉഷാറായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അവൾ ചോദിക്കും, നീ എന്നെ തട്ടാനാണോ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടേക്ക് വന്നത്? അതിന് കുട്ടപ്പൻ പറയും, അയ്യോ അല്ല അല്ല, എനിക്ക് ആവശ്യം ആ ഒരു കൊച്ചു പെൺകുട്ടി യൂറോയാണ്, അവളെ അന്വേഷിച്ചാണ് ഞാനിപ്പോ ഇവിടേക്ക് വന്നത്. ആ സമയത്ത് ഇവിടെ ഇക്കിമാരോ അവള് കണ്ണു തുറന്ന് നോക്കുമ്പോ അവളുടെ ചുറ്റും ആരെയും കാണാനുണ്ടാവില്ല. അവളിപ്പോ വില്ലത്തി അന്വേഷിച്ച് ആ ഒരു കാട് മുഴുവൻ കേറി ഇറങ്ങാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇവിടെ സാക്കുറയും ടീമും ഇപ്പൊ കാക്കാഷിയോട് പറയും, കുട്ടപ്പനെ കാണാനില്ല, അവൻ ഒറ്റയ്ക്ക് അവരെ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പൊ കാട്ടിലേക്ക് പോയി. അതിന് സായ് പറയും, അവിടെ മുഴുവൻ ഞാൻ സ്മെല്ല് ചെയ്തു, അവനെ ആരും തട്ടിക്കൊണ്ടുപോയതല്ല, മറിച്ച് അവൻ തനിയെ ഇപ്പൊ കാട്ടിലേക്ക് പോയതാണ്. അതിന് കാക്കാഷി പറയും, ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ എത്രയും പെട്ടെന്ന് നറൂട്ടോയെ കണ്ടുപിടിക്കണം. കാക്കാഷി ഉടനെ സമറിൻ ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ ബിസ്ക്കറ്റ് ഡോഗിനെ അവിടേക്ക് വിളിച്ചു വരുത്തും. കാക്കാഷി അതിനോട് പറയും, കുട്ടപ്പനെ കാണാനില്ല, നീ എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിച്ചു തരണം. കാക്കാഷി ബാക്കിയുള്ള എല്ലാവർക്കും ഇപ്പൊ ഓരോരോ മിഷൻ കൊടുത്ത് ആ ഒരു പട്ടിക്കുട്ടിയുടെ പിന്നാലെ അതിനെ ഫോളോ ചെയ്തു പോവും. കട്ട് ചെയ്ത കുട്ടപ്പൻ അവനിപ്പോ വിളിച്ചു പോവും, മര്യാദയ്ക്കായി യുക്കിമാരി പെൺകുട്ടി അവൾ എവിടെയുണ്ടെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ നിന്റെ കഥ കഴിക്കുമെന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഇപ്പൊ കത്തി വലിച്ചെറിയും. അതിന് വില്ലത്തി പറയും, നിനക്ക് ജീവൻ വേണമെങ്കിൽ നീ ഇപ്പൊ തന്നെ ഓടിക്കോ. അതിന് നമ്മുടെ സ്വത്തുമണി അവൻ ഷാഡോ ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്ത് അവളെ എനിക്ക് വിട്ടതാ, അവളെ ഞാൻ ലീഫ് വില്ലേജിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു പറഞ്ഞ് ഇപ്പൊ വീണ്ടും അവളെ അടിക്കാനായിട്ട് ഇപ്പൊ പാഞ്ഞടുക്കും. ഞാൻ മാത്രം കാരണമാണ് അവളിപ്പോ നിന്റെ കൂടെ ഇരിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങള് അത് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തതുകൊണ്ടാണ് അവള് നിന്നെ വിശ്വസിച്ചതെന്ന് കുട്ടപ്പൻ പറയുമ്പോ അത് കേട്ട് അവൾ ചിരിക്കും. എന്നിട്ട് വീണ്ടും ഇപ്പൊ കുട്ടപ്പനുമായിട്ട് ഫൈറ്റ് ഇടും. അപ്പൊ അവിടേക്ക് ഇപ്പൊ യുക്കിമാര് വന്ന് കുട്ടപ്പനെ നോക്കി ചിരിച്ചു കാണിച്ചു പറയും, നീ പറഞ്ഞത് ശരിയാണ്, ഇവളാണ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇവളുടെ കൂടെയാണ് ഞാൻ ഇനി ജീവിക്കേണ്ടത്. കുട്ടപ്പൻ അവളെ കണ്ട ഉടനെ ഓടിച്ചെന്ന് അവളെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കും. എന്നിട്ട് കുട്ടപ്പൻ അവന്റെ ഒരു ക്ലൗണിനെ ഉപയോഗിച്ച് വില്ലത്തിയെയും
ഇപ്പൊ മടക്കി ലോക്ക് ചെയ്യും. കുട്ടപ്പൻ യക്കിമാരുവിനോട് പറയും, ഇവള് വില്ലത്തിയാണ്, ഇവളുടെ കൂടെ പോവാൻ പാടില്ല, നീ ഒന്നും പേടിക്കണ്ട, നിന്നെ ഞാൻ ലീഫ് വില്ലേജിലേക്ക് കൊണ്ടുപോകും. അതിന് അവള് പറയും, ഒരിക്കലുമില്ല, അവൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമാണ് ശ്രമിച്ചത്. കുട്ടപ്പൻ യുക്കിമാരുവിനോട് പറയും, ഇവരെല്ലാവരും ആ ഒറോച്ചിമാറുവിന്റെ ആളാണ്, ഉറപ്പായിട്ടും നിന്നെ വെച്ച് എന്തോ ചെയ്യാനാണ് ഇവരുടെ പദ്ധതി. അതിന് അവള് പറയും, എനിക്കിഷ്ടം ഇവളുടെ കൂടെ പോവാനാണ്, ഞാൻ ഇവളുടെ കൂടെ ഒരുപാട് കംഫർട്ടാണ്. അത് കേട്ടതും ആ വില്ലത്തി അവള് ചാടി വന്ന് ഇപ്പൊ കുട്ടപ്പനെ അടിച്ചു തെറിപ്പിക്കും. കുട്ടപ്പൻ തെറിച്ചു പോകുമ്പോ അവള് പോയിസൺ ഗ്യാസ് അതങ്ങനെ തുറന്നുവിടും. അപ്പൊ കറക്റ്റ് ടൈമില് ഇപ്പൊ യാമുട്ട കുട്ടപ്പനെ ക്യാച്ച് ചെയ്ത് അങ്ങനെ സേവ് ചെയ്യും. അപ്പൊ ആ തടിയൻ അങ്ങോട്ട് വരുന്നുണ്ട്. അവൻ അവിടേക്ക് വന്ന് അവൻ അവിടെ നിന്ന് ഇപ്പൊ യുക്കിമാരുവിനെയും ആ വില്ലത്തിയെയും തൂക്കിയെടുത്ത് അവിടുന്ന് ഓടാൻ തുടങ്ങും. ഇവിടെ യാമുട്ട മാസ്റ്റർ ഇപ്പൊ കുട്ടപ്പനോട് ചൂടാവാൻ തുടങ്ങും. നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ, നമുക്ക് പ്രധാനം ഇപ്പൊ നമ്മുടെ മിഷനാണ്, ബാക്കിയെല്ലാം അത് കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ. കട്ട് ചെയ്താ ഇവിടെ ഇക്കിമാരുവിന് അവൾക്ക് ഫീവർ കൂടി അവള് വീണ്ടും ഒരുപാട് ക്ഷീണിച്ച് തളർന്ന് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ കാക്കാഷി ഇപ്പൊ കുട്ടപ്പന്റെ അടുത്തേക്ക് വന്ന് ആ ഒരു ഇക്കിമാരുവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങള് ഇപ്പൊ അവനോട് ചോദിക്കാൻ തുടങ്ങും. കുട്ടപ്പൻ പറയും, അവളൊരു പാവമാണ്, പക്ഷെ അവൾക്ക് ഒരുപാട് പവറുണ്ട്. ഞാനും ഗാമത്തവളയും വെള്ളത്തിൽ ഇറങ്ങിയപ്പോ ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. ഇക്കിമാരു അവളുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു മോൺസ്റ്ററിനെ അതിനെ കൺട്രോൾ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് അവളെ ഉപയോഗിച്ച് ആ ഒരു 3 ടൈൽ മോൺസ്റ്ററിനെ അതിനെ കൺട്രോൾ ചെയ്ത് ഒറോച്ചിമാറുവിനെ സ്വന്തമാക്കാനാണ് അവളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോ ഇപ്പൊ കാക്കാഷി പറയും, എന്തുകൊണ്ട് അവളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ സ്വന്തമാക്കിക്കൂടാ? കാക്കാഷി പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണം, അവളെ ഉപയോഗിച്ച് ആ മോൺസ്റ്ററിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് നമ്മുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകണം. കുട്ടപ്പൻ സ്പീഡിൽ മുൻപോട്ട് പോകുമ്പോ ഇപ്പൊ സാക്കുറ അവള് കുട്ടപ്പന്റെ മേത്തേക്ക് ചാടി വീഴും. എന്നിട്ട് അങ്ങനെ നിലത്തിട്ട് അവനെ ചവിട്ടിക്കൂട്ടും. നീ വീണ്ടും പെർമിഷൻ ഇല്ലാതെ ഇപ്പൊ പുറത്തേക്ക് പോവല്ലേ? അതിന് യാമുട്ടോ സെൻസായും കാക്കാഷിയും അവര് പൊട്ടിച്ചിരിക്കുമ്പോ ഇപ്പൊ സാക്കുറ പറയും, ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, അവൻ ആവശ്യത്തിനുള്ള മരുന്ന് അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുട്ടപ്പനാവട്ടെ അവൻ അടിയുടെ പവറില് 1.5 കിലോമീറ്റർ ഭൂമി കുഴിച്ച് ഇപ്പൊ അടിയിലേക്ക് പോയിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇപ്പൊ കബൂട്ടോ അവൻ എക്കിമാരുവിനെ അവന്റെ മുമ്പിൽ കിടത്തിയിരിക്കുകയാണ്. അതിന് വില്ലത്തി പറയും, ആ ലീഫ് വില്ലേജിലെ നിഞ്ചകള് അവരെന്നെ ഒരുപാട് ഫോളോ ചെയ്തു. നറൂട്ടോയും ഞാനുമായിട്ട് ഒരുപാട് നേരം ഫൈറ്റ് ഇട്ടു. ഇവളെ ഉപയോഗിച്ച് അവരാ 3 ടൈലിനെ കൺട്രോൾ ചെയ്ത് അവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പൊ ശ്രമിക്കുന്നത്. അതിന് കബൂട്ടോ ടെൻഷനായിട്ട്, നോ, എനിക്ക് കേൾക്കണ്ട, ഒറോച്ചിമാറുവിന് ഒരിക്കലും ആ 3 ടൈലിനെ അതിന് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ നമുക്ക് ഇവളുമായി പോയി അതിനെ കൺട്രോൾ ചെയ്യണം. അതിന് വില്ലത്തി പറയും, അതിനെ കൺട്രോൾ ചെയ്യാൻ ഇവക്കിപ്പോ ആരോഗ്യമില്ല, പവറില്ല. അതിന് കബൂട്ടോ എനിക്കിപ്പോ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അവളുടെ കൈ തട്ടി മാറ്റി ഗെഞ്ചിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ അവളെ നോർമലാക്കാൻ നോക്കാണ്. വില്ലത്തിക്ക് ടെൻഷനാവും. കബൂട്ടോ വീണ്ടും അവക്ക് ആ ടാബ്ലറ്റ് കൊടുത്താ അവളെ കൊണ്ട് ഇനി താങ്ങാൻ കഴിയില്ല, അവൾ തീർച്ചയായിട്ടും മരിച്ചു പോവും. നീ ഒരിക്കലും ഞാൻ പറയുന്ന കേൾക്കാറില്ല, അവൾ ഓൾറെഡി ഇപ്പൊ ഒരുപാട് ടയർഡാണ്, അതുകൊണ്ട് ഒരിക്കലും ഇതിപ്പോ ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. കബൂട്ടോ ഒന്നും മിണ്ടില്ല. അവനിപ്പോ ഹായ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോവും. അപ്പൊ ആ ഒരു 5 അംഗ സംഘം അത് അവളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, മാഡം എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിന് അവള് പറയും, ഇങ്ങനെ പോവുകയാണെങ്കിൽ കബൂട്ടോയെ തീർച്ചയായിട്ടും ഞാൻ തന്നെ ആയിരിക്കും കൊല്ല. അതിന് റിഞ്ചി ചോദിക്കും, നിനക്കെന്താ അവളോട് വല്ലാത്തൊരു സെന്റിമെന്റ്സ്? അതിന് അവള് പറയും, നോ, അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഈ മിഷൻ അത് സക്സസ് ആയി കംപ്ലീറ്റ് ആയാൽ മാത്രം മതി. കട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പനും ടീമും അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോ ഫക്കൂൺ പട്ടിക്കുട്ടിയും കിബയും ടീമും എല്ലാവരും അവിടേക്ക് ഇപ്പൊ ഓടി വരികയാണ്. അത് കണ്ട് കുട്ടപ്പൻ ഇപ്പൊ ഹാപ്പിയായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.